സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം, ക്യാൻസർ സെന്റർ, നെഫ്രോളജി ഉൾപ്പെടെയുള്ള വാർഡുകളുടെ സമീപത്തെ ദൃശ്യങ്ങളാണിത്. ഉപയോഗം കഴിഞ്ഞ സർജിക്കൽ ഉപകരണങ്ങൾ, സിറിഞ്ച്, ആശുപത്രി മാലിന്യങ്ങൾ തുടങ്ങിയവ കുന്നുകൂടിയിരിക്കുന്നതിന്റെ തൊട്ടുതാഴെയാണ് നൂറുകണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കാനെത്തുന്നത്. വേനൽ മഴയിൽ ഈ മാലിന്യം അത്രയും റോഡിലേക്ക് ഒഴുകുകയും ചെയ്തു കഴിഞ്ഞു. അതീവ ശ്രദ്ധ വേണ്ട രോഗികളാണ് ഈ ഭാഗത്തെ വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്നത്. മാലിന്യം കുന്നുകൂടിയതോടെ രോഗികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും ബന്ധുക്കൾ പങ്കുവെക്കുന്നു. ഇവിടെ ചെറിയ രോഗങ്ങൾക്കായിട്ട് വരുന്നവർ ഇവിടുന്ന് പുതിയ രോഗങ്ങളുമായിട്ടാണ് ഇവിടുന്ന് പിന്നീട് ഈ ഹോസ്പിറ്റലിൽ തിരിച്ചു പോകുന്നത്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നടിക്കുന്നത്. ആശുപത്രി മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും കൃത്യമായ സംവിധാനമില്ലാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന അനാസ്ഥയ്ക്ക് കാരണമാകുന്നത്. അതേസമയം പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രമേ പ്രദേശത്തുള്ളൂ എന്നും ഇത് നീക്കം ചെയ്യാൻ കരാറുകാരെ കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ആരോഗ്യപരിപാലനത്തിനും പരിസര ശുചീകരണത്തിനും നാടുനീള ക്ലാസ് എടുക്കുന്ന അധികാരികളുടെ മൂക്കിൻ തുമ്പിൽ കുമിഞ്ഞുകൂടിയ കാഴ്ചകളാണിത്. അവരുടെ ഭാഗത്തുനിന്നും അടിയന്തര ശ്രദ്ധയുണ്ടായില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ വീണ്ടും ഗുരുതര രോഗങ്ങൾക്ക് അടിമകളാവുന്ന സ്ഥിതിയുണ്ടാവും. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ക്യാമറാമാൻ അരവിന്ദ് നന്ദിയാപറമ്പലിനൊപ്പം മജു ജോർജ്, റിപ്പോർട്ടർ.